അപ്പം നഗരഹൃദയത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ്. ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഇത് തുടർച്ചയായി റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി, അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KRFB, തിരുവനന്തപുരം കോർപ്പറേഷൻ, മുൻ മന്ത്രിയും ഇവിടുത്തെ MLA, അങ്ങനെ MLA മാരെല്ലാവരും അടങ്ങിയൊരു ടീമാണ് ഇത് പൊതുവെ പരിശോധിക്കുന്നത്. ഈ ജില്ലയിലെ മന്ത്രിമാർ ഒക്കെ വളരെ പോസിറ്റീവായി ഇതിനോട് സമീപനം സ്വീകരിച്ചു വരുന്നു. അതുപോലെ തദ്ദേശ വകുപ്പ് മന്ത്രി, മറ്റ് സഹകരിക്കേണ്ട വകുപ്പുകളെല്ലാവരും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ചില തെറ്റായ രീതികളുണ്ടായിരുന്നു. RC ഡക്റ്റ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടത് അപൂർണമായി മാറി. മറ്റ് പ്രവൃത്തി അതിൽ ചെയ്യാത്ത പ്രശ്നം വന്നു. ദീർഘകാലം ഇത് പ്രശ്നമായി നിന്നു. ഗതാഗത യോഗ്യമല്ലാതിരുന്ന ഈ റോഡിൽ അത്യാവശ്യ മെയിൻ്റനൻസ് വർക്ക് അനിവാര്യമായി വന്നു. അങ്ങനെ അത് ഞങ്ങൾ ആലോചിച്ചു, അത്യാവശ്യ മെയിൻ്റനൻസ് വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അങ്ങനെ ഗതാഗത യോഗ്യമാക്കി തൽക്കാലത്തേക്ക്. അങ്ങനെ ഒരു തീരുമാനമാണ് അന്ന് KRFB കൈക്കൊണ്ടത്. പിന്നെ അതുപോലെ തന്നെ സിവിൽ പ്രവൃത്തിയുണ്ട്, ഇലക്ട്രിക്കൽ പ്രവൃത്തിയുണ്ട്. അത് രണ്ടായി ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്ത് ആ ടെൻഡറിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടപ്പിലാക്കും. ഓടയുടെ നിർമ്മാണം, അണ്ടർഗ്രൗണ്ട് പവർ ഡക്റ്റുകൾ സ്ഥാപിക്കൽ, ഇൻസ്പെക്ഷൻ ചേംബറുകൾ നിർമ്മിക്കുക, ഈ കുടിവെള്ള പൈപ്പ് അത് ഡക്റ്റുകളിൽ സ്ഥാപിക്കുക, അണ്ടർഗ്രൗണ്ട് സ്ഥാപിക്കുക, RC ഡക്റ്റുകളുടെ നിർമ്മാണം, 10.5 മീറ്റർ വീതിയിൽ DBM BC ഉപയോഗിച്ച് റോഡ് സർഫസിങ്. ഇതാണ് ഇതിലെ പ്രധാനം. ഇതൊരു അയ്യങ്കാളി റോഡ്, ഫ്ലൈ ഓവർ റോഡ് വലിയ നിലയിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാകെ ആശ്രയിക്കുന്നതാണ്. ഇലക്ട്രിക് കേബിൾസ്, വഴിവിളക്കുകൾ എന്നിവ സ്ഥാപിക്കേണ്ടതുണ്ട്. നടപ്പാത, അത് കൈവരികൾ, ആവശ്യമുള്ളിടങ്ങളിൽ കൈവരികൾ സ്ഥാപിക്കും. ഇത് നമുക്ക് റോഡ് നിർമ്മാണത്തിന് പുറമേ മാനവീയം വീതി മോഡൽ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതും ഇതിനോടൊപ്പം ചേർന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടെ നഗരത്തിലുള്ളവർക്ക് വരാനും ഇവിടെ ഒക്കെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്ന നിലയിലേക്ക് റോഡിന് മാറ്റുക. അത് 4 സോണുകളായി തിരിച്ച് പുതുതായി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൂടി ഞാൻ പറയുകയാണ്. 4 സോണുകളായി തിരിച്ച് ആളുകൾക്ക് ഇവിടെ കുറേ സമയം ചെലവഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗം സോൺ 1, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇപ്പുറം സോൺ 2, ഈ അയ്യങ്കാളി ഹോളിൻ്റെ ഭാഗം സോൺ 3, 4 ഇങ്ങനെയാണ്. അതിൽ സോൺ 1 കോബിൾ സ്റ്റോൺ, അതിപ്പോൾ നിങ്ങളവിടെ കണ്ടു, അത് ആൻറ്റി സ്കിഡ് ടൈൽസ് ആളുകൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന നിലയിലാണ്. ഈ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റർ ബോക്സ്, EV ചാർജിങ് ഏരിയ, സ്മാർട്ട് പാക്ക്ലേറ്റ്, അതുപോലെ തന്നെ സ്മാർട്ട് വെൻഡിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള 4 സ്ഥലങ്ങൾ. മാനവീയ വീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ് സ്റ്റോപ്പ് ലാംപ്സ്, അതുപോലെയുള്ള ലാംപ്സ്. സോൺ 2 ഇതുപോലെ ആൻറ്റി സ്കിഡ് ടൈൽ സ്ഥാപിക്കും. മരങ്ങൾക്ക് ചുറ്റും ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ തിരക്കുള്ള ജോലിക്കിടയിൽ ഒന്ന് ഇരിക്കണം തോന്നിയാൽ ഇരിക്കാൻ വേണ്ടി പറ്റും, ഇരിക്കാനുള്ള സൗകര്യം വരും. പ്ലാൻ ബോക്സസ്, ഇരിപ്പിടങ്ങൾ, വീൽ ചെയർ സൗകര്യം ഒരുക്കുക, അത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി കൂടി ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ബസ് ഷെൽട്ടർ, ബൈസിക്കിൾ പോയിൻറ്റ്, സ്മാർട്ട് ടോയ്ലറ്റുകൾ, LED ഇൻട്രാക്റ്റീവ് ഫ്ലോർ, ബൊളാട്ട് ലൈറ്റ്സ്. സോൺ 3 ഇതുപോലെ തന്നെ ആൻറ്റി സ്കിഡ്, കോബിൾ സ്റ്റോൺസ്, ഇരിപ്പിടങ്ങൾ, മറ്റ് നേരത്തെ പറഞ്ഞ് തന്നെ ആവർത്തിക്കുന്നില്ല. അതിന് പുറമെ ഈ മോഷൻ സെൻസിങ് ടൈൽസ്, പിന്നെ കോയ് ഫിഷ് ഡ്രെയിൻ, ഗാലറി സീറ്റിംഗ്, പിന്നെ നേരത്തെ പറഞ്ഞ അതുപോലെ ഇൻഫോർമേഷൻ ബോർഡ്സ് കൂടി അവിടെ ഉണ്ടാവും സോൺ 3. സോൺ 4 നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ അതിൽ ട്രാഫിക് ഐലൻഡ് സിറ്റിംഗ് സൗകര്യം അതിൻ്റെ അടുത്ത്, ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ ഉണ്ടാകും. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മാതൃകാപരമായി ഇടപെട്ടു. മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായി ഞങ്ങൾ നടത്തുന്ന ഈ റിവ്യൂ യോഗങ്ങൾ എല്ലാ നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന് തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഈ ഒരു ടീമായി തന്നെ ഞങ്ങൾ നിന്ന് മുന്നോട്ട് പോകും. ഇവിടുത്തെ ഇതിലെ പല റോഡുകളും വരുന്ന സ്ഥലത്തെ MLA കൂടിയാണ് നമ്മുടെ മുൻ മന്ത്രിയായ ശ്രീ ആൻ്റണി രാജു. അദ്ദേഹവും ഇതിൽ പൂർണ്ണമായി നിന്ന് കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ 12 സ്മാർട്ട് റോഡുകൾ, അത് 2 റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി. മറ്റ് 10 റോഡുകൾ മാർച്ച് മാസം 31 മുമ്പ് ഗതാഗത യോഗ്യമാണ്. KRFB റീസർഫസിംഗ് നടത്തുന്ന 28 റോഡുകൾ
നമുക്കറിയാം നഗരത്തിലെ റോഡുകളിലൊക്കെ ഒന്നും കൂടി സൗകര്യം ഫലപ്രദമാക്കാം. അതിൽ 13 റോഡുകളിലെ BC പ്രവൃത്തി പൂർത്തിയാക്കി. ഇപ്പോൾ വാഹനങ്ങൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ സമയബന്ധിതമായിട്ടാണ് പൂർത്തിയാക്കിയത്. സമയബന്ധിതം അല്ല, സമയത്തിൻ്റെ ഇത്തിരി മുമ്പ് പൂർത്തിയാക്കി. പബ്ലിക് ലൈബ്രറി, നന്ദാവനം റോഡ്, മാഞ്ഞാലിക്കുളം റോഡ്, അരിസ്റ്റോ റോഡ്, ഗണപതി കോവിൽ റോഡ്, പുന്നൻ റോഡ് തുടങ്ങിയ റോഡുകളിൽ BC പ്രവൃത്തി പൂർത്തിയാക്കി. പിന്നെ താഴെ പറയുന്ന റോഡുകൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന റോഡുകളുടെയും കൂടി BC പ്രവൃത്തി പൂർത്തി. SMSM ഗവൺമെൻറ് പ്രസ് റോഡ്, കരുണാകരൻ സപ്തതി റോഡ്, ആനിമസ് സ്ക്രീൻ ബേക്കറി റോഡ്, പുളിമൂട് റെസിഡൻസി റോഡ്, ഹൗസിംഗ് ബോർഡ് റോഡ്, അതുപോലെ മോഡൽ സ്കൂൾ റോഡ്, ആയുർവേദ കോളേജ്, ഓൾഡ് GPO റോഡ്, സെൻട്രൽ തിയേറ്റർ റോഡ്, പഴവങ്ങാട്, വെസ്റ്റ് ഫോർട്ട്, പത്മവിലാസം റോഡ്, ഇങ്ങനെയുള്ള റോഡുകൾ അവിടെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാവും. ഈ റോഡ് നമുക്ക് മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് നമുക്ക് തുറന്നു കൊടുക്കാനാകുന്ന ഉണ്ടാവും. ഇവിടെ കുറച്ചുകൂടി പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള ചില കാര്യങ്ങൾ ആലോചിക്കാൻ ബഹുമാനപ്പെട്ട മേയറും നമ്മുടെ സ്ഥല MLA കൂടിയ മുൻ മന്ത്രിയും കൂടി ചില കാര്യങ്ങൾ ഇതിന് ശേഷം പോലീസുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ട്രാഫിക് പോലീസുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ജില്ലയിലെ മന്ത്രിമാരുമായിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. ആ തീരുമാനങ്ങൾ പിന്നീട് ആലോചിച്ച് അവർ പറയും. അത് വേഗത്തിലാക്കാനാണ് പ്രവൃത്തി. ഇപ്പോഴും വേഗത്തിലാണ്, ഒന്നുകൂടി വേഗത്തിലാക്കാനാണ്. ഇപ്പോൾ നല്ല നിലയിൽ തൊഴിലാളികളൊക്കെ തന്നെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടാണ് നടക്കുന്നത്. സ്തംഭിച്ചു നിന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. എല്ലാവരും ഒരുമിച്ച് വർഷങ്ങളായി സ്തംഭിച്ചിരുന്ന പ്രവൃത്തി. അപ്പോൾ അതിൽ നിങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനിയും ശ്രദ്ധപ്പെടുത്തണം. നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റോഡുകൾ യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം നഗരം എങ്ങനെ മാറി എന്നുള്ളതാണ്. നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നഗരം ആകെ മാറാൻ വേണ്ടി പോയി. അത് എല്ലാവരും ചേർന്നുകൊണ്ടാണ്. സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, ജനപ്രതിനിധികൾ എല്ലാവരും ഇപ്പോൾ ഈ പ്രവൃത്തിയോട്, സ്മാർട്ട് സിറ്റിയുടെ പ്രവൃത്തി, KRFB പ്രവൃത്തിയോട് സഹകരിച്ചു. എല്ലാവരും ഒരു ടീമായി നിന്നു. അതിൻ്റെ വിജയമാണിത്. ജനങ്ങളെല്ലാ നിലയിലും സഹകരിച്ചു. പല നിലയിലും ജനങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കാനൊക്കെ പലരും ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും എത്തിയില്ല. ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. റോഡ് പണി നടക്കണമെങ്കിൽ എന്തായാലും ആകാശത്ത് നടത്താൻ പറ്റില്ല, എവിടെയും നടത്താൻ പറ്റുമെന്നറിയാം. അത് സമയബന്ധിതമായി മഴയ്ക്ക് മുമ്പ് നടത്തണം എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തിയും മറ്റു റോഡുകളുടെ പ്രവൃത്തിയും ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇതുപോലെ റിവ്യൂ ഉണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നു. എല്ലാ രാത്രികളിലും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് ഒരു ദിവസം ഉദ്ദേശിച്ച വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ചീഫ് എഞ്ചിനീയർ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. ചീഫ് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്. അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി, തിരുവനന്തപുരം ഉള്ള ദിവസം മുഴുവൻ രാത്രി അദ്ദേഹം ഇവിടെ വന്ന് നോക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തരികയാണ്. അതൊരു കഠിന അധ്വാനമാണ്. അപ്പോൾ ആ നിലയിൽ ഈ വർക്ക് ഇനിയും മുന്നോട്ട് പോകും.